2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്ന ഉറപ്പിലാണ് നേതൃത്വം. VD സതീശിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ടെന്ന് ഉറപ്പാണ്. VD സതീശിനെ വനവാസത്തിന് വിടാൻ അനുവദിക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ആ മുഖങ്ങളിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണവും പുറത്തുവരുന്നത്. ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്കും മാതൃകയാണ് കേരളത്തിലെ UDF. ഇന്ത്യ മുന്നണിയിലും അങ്ങനെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കരുത്ത് ടീം UDF ആണ്. അതാണ് നിലമ്പൂരിൽ തെളിയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF അടിത്തറ വിപുലമാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. എന്തായാലും UDF നല്ല എനർജിയിലാണ്. അവർക്ക് ഉറപ്പാണ് UDF ഇനിയും അധികാരത്തിൽ വരുമെന്ന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് UDFിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് UDFിനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരു വലിയ തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരുക്കത്തിലും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലുമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വിജയം കാണുന്നതിന് പ്രതിപക്ഷ നേതാവ് വലിയ കോൺഫിഡൻസിലാണ്. മുസ്ലിം ലീഗിനും തങ്ങൾക്കൊക്കെ ആ കോൺഫിഡൻസ് ഉണ്ടോ? അദ്ദേഹത്തെക്കാളും ഇരട്ടി കോൺഫിഡൻസ് ആണ് ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിനുള്ളത്. അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ പേടി പേടിക്കണ്ട. ഈ കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വലിയൊരു വാർത്തയാണ്. അതെ, അത് രാജ്യത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. BJPയുടെ ഈ മതേതരത്വത്തിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല. അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ അടക്കമുള്ള അവിടുത്തെ മിഷണറി പ്രവർത്തകർക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ്. അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഇതൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ വേറൊരു കാര്യം തങ്ങൾക്ക് പറയാനുണ്ട്. നമ്മളെ ഡൽഹി ഓഫീസിൻ്റെ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ഓഫീസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്ത തങ്ങൾ അതൊന്ന് പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം ഖായിദ് മില്ലത്ത് സെൻറ്റർ, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു. ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദ്ഘാടനത്തിൽ. പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റിവെച്ചതാണ്. അപ്പോൾ ഓഗസ്റ്റ് 24 അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ അത് തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംബന്ധിക്കുന്നതാണ്. ഓഗസ്റ്റ് 24 3 മണിക്ക് ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ പൊതുപരിപാടി വെച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ചൂരൽമല ഒരു ആണ്ട് തികയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴും പലരും പുറത്താണ്. ആർക്കും വീട് കിട്ടിയില്ല. ഈ മുസ്ലിം ലീഗ് അടക്കം അതിന് മുൻകൈ എടുത്തിരുന്നു. ലീഗിൻ്റെ പ്രവർത്തനം എവിടെ? മുസ്ലിം ലീഗ് അവിടെ 105 വീടുകൾ എടുത്തു കൊടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം എടുപ്പ് കഴിഞ്ഞു, അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനിയിപ്പോൾ മഴ ഏതാണ്ട് വിട്ടുനിന്നല്ലോ. ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കും.